ഹായ് ഫ്രണ്ട്സ്, മൈത്രി ക്രിയേഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നൊരു പ്ലാന്റ് ഹണ്ടിങ് വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ഞാനൊരു യാത്ര പോയിരുന്നു. അപ്പോൾ റോഡരികിൽ ഒരുപാട് ചെടികൾ എനിക്ക് കാണാൻ സാധിച്ചു. അതിൽ നിന്നും കുറച്ച് ചെടികൾ എനിക്ക് കളക്ട് ചെയ്യാനും പറ്റി. അപ്പം ആ ചെടികൾ എന്തൊക്കെയാണെന്നൊന്ന് നമുക്ക് കണ്ടിട്ട് വരാം. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് ഞാൻ കളക്ട് ചെയ്തത് സൺസെറ്റ് ബെൽസ് എന്നറിയപ്പെടുന്ന ഈ പ്ലാന്റ് ആണ്. ഇത് അവിടെ ഒരുപാട് പിടിച്ച് നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഞാൻ നല്ലൊരു തൈ തന്നെ കളക്ട് ചെയ്തു. നല്ല യെല്ലോ കളർ പൂവാണ് അതിൽ പിടിക്കുന്നത്. അതിൻ്റെ അടുത്ത് തന്നെ വയലറ്റ് കളറിലെ പൂക്കൾ പിടിക്കുന്ന ഒരു പ്ലാന്റും ഞാൻ കണ്ടു. അത് നല്ല വയലറ്റ് കളറിലെ പൂക്കളാണ്. നല്ല ചെറിയ കുഞ്ഞ് വയലറ്റ് കളറിലെ പൂക്കൾ പിടിച്ച് നിൽക്കുന്നൊരു പ്ലാന്റ്. അതും നല്ല ഈ സൺസെറ്റ് ബെൽസിൻ്റെ എല്ലാ ഇടയ്ക്കായിട്ടാണ് ആ പ്ലാന്റും പിടിച്ച് നിൽക്കുന്നത്. കണ്ടോ, എന്ത് ഭംഗിയാണ് ആ പ്ലാന്റ്സ് അവിടെ പിടിച്ച് നിൽക്കുന്നത് കാണാൻ. നല്ല വെയിലും തണുപ്പും ഒക്കെ ഉള്ളതുകൊണ്ട് നല്ല ഹെൽത്തി ആയിട്ടാണ് ആ പ്ലാന്റ്സ് അവിടെ പിടിച്ച് നിൽക്കുന്നത്. നെക്സ്റ്റ് ഞാൻ കളക്ട് ചെയ്ത പ്ലാന്റ് ഇതാണ്, വാണ്ടറിങ് ജിയോ എന്നറിയപ്പെടുന്ന പ്ലാന്റ്. ഇത് നല്ല ഗ്രീനും വയലറ്റും വൈറ്റും ഒക്കെ കോമ്പിനേഷനിൽ വരുന്ന നല്ലൊരു പ്ലാന്റാണ്. നമ്മുടെ ഗാർഡനിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പ്ലാന്റാണ് ഇത്. നമുക്ക് ബോർഡറായിട്ടും അതുപോലെ തന്നെ ഹാങ്ങിങ് പ്ലാന്റ്സ് ഒക്കെ ആയിട്ടും ഗാർഡനിൽ സെറ്റ് ചെയ്യാൻ പറ്റും. ഇത് നല്ല ഒരുപാട് അവിടെ പിടിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പുല്ലുകളുടെയൊക്കെ ഇടയിൽ പിടിച്ച് നിൽക്കുന്ന കാണാൻ നല്ല ഭംഗിയായിരുന്നു. അതിൻ്റെ ശേഷം ഞാൻ കണ്ടൊരു പ്ലാന്റാണിത്. ഇതെല്ലാ സ്ഥലത്തും വഴിയരികിലൊക്കെ പിടിച്ച് നിൽക്കുന്നൊരു ചെടിയാണ്. പക്ഷേ ഇതിൻ്റെ പൂക്കൾ കാണാൻ നല്ല ഭംഗിയാണ്. നല്ല ബഞ്ചായിട്ടുള്ള മഞ്ഞ പൂക്കളാണ് ഈ പ്ലാന്റിൽ പിടിക്കുന്നത്. ഇതും ആ ചെടികളുടെ വള്ളികളുടെയൊക്കെ കാടുകളുടെയൊക്കെ ഇടയിലാണ് പിടിച്ചിരുന്നത്. ഞാൻ അതിൽ നിന്ന് തന്നെ നല്ലൊരു തണ്ട് കളക്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് തണ്ട് വെച്ചാൽ പിടിക്കുമോ എന്നൊന്നും എനിക്കറിയത്തില്ല. എന്തായാലും ആ പൂക്കളുടെ ഭംഗി കൊണ്ട് ഞാൻ അതിൽ നിന്നും നല്ലൊരു തണ്ട് കളക്ട് ചെയ്തെടുത്തുകൊണ്ട് പോന്നിട്ടുണ്ട്. എന്തായാലും നമുക്കത് വീട്ടിൽ കൊണ്ടുവന്ന് വെച്ച് നോക്കാം. ഇതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു പ്ലാന്റാണ്. ഇത് നമ്മുടെ കൊന്ന പൂക്കളോട് സാമ്യം തോന്നുന്ന ഒരു പൂക്കളാണ് ഇതിൽ പിടിച്ച് നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ ഇതും കളക്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല വെയിൽ കിട്ടുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ ഈ പ്ലാന്റ്സ് ഇവിടെ നല്ല രീതിയിലാണ് പിടിച്ച് നിൽക്കുന്നത്. നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ഇവിടെ പിടിച്ച് നിൽക്കുന്നുണ്ട്. അതിൻ്റെ ശേഷം കണ്ട വേറൊരു പൂക്കൾ പിടിക്കുന്ന ചെടിയാണിത്. ഇത് നല്ല ഗ്രീൻ കളർ ചെടിയിൽ നല്ല മെറൂൺ കളർ പൂക്കളുമായിട്ട് പിടിച്ച് നിൽക്കുന്ന ഒരു പ്ലാന്റ്. നമ്മുടെ ഇഞ്ചിയുടെയൊക്കെ മല ഇഞ്ചി എന്നൊക്കെ പറയുന്ന ആ ഒരു ഇഞ്ചിയുടെ ഗണത്തിൽ പെടുന്നതാണെന്ന് തോന്നുന്നു. അതിൻ്റെ ലീവ്സൊക്കെ വളരെ ഒരു പ്രത്യേക തരം ലീവ്സായിരുന്നു. നല്ല കട്ടിയുള്ള ഇലകൾ, അതുപോലെ തന്നെ സ്പൈറൽ ഷേപ്പിലാണ് അതിൻ്റെ ഇലകൾ പിടിച്ച് നിൽക്കുന്നത്. ഞാൻ അതിൽ നിന്നും നല്ലൊരു തണ്ട് തന്നെ കളക്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ചും കൂടെ മുന്നോട്ട് പോയപ്പോൾ എനിക്ക് കിട്ടിയ നല്ല അടിപൊളി ഒരു പ്ലാന്റിനെയാണ്. ഈ പ്ലാന്റിനെ ആഫ്രിക്കൻ ഫുട്ബോൾ ലില്ലി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. കേരളത്തിൽ മിക്ക സ്ഥലങ്ങളിൽ കാണപ്പെടുന്ന ഒരു പ്ലാന്റാണ്. ഈ പ്ലാന്റിനെ പെയിൻറ്റ് ബ്രഷ് ലില്ലി, സ്നേക്ക് ലില്ലി പ്ലാന്റ് എന്നൊക്കെയും അറിയപ്പെടുന്നുണ്ട്. മറ്റ് ചില സ്ഥലങ്ങളിൽ ഈ പ്ലാന്റിനെ മെയ് മാസ റാണി, ഏപ്രിൽ ലില്ലി എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. ഈ ചെടിയിലെ പൂക്കൾ ഫുട്ബോൾ ഷേപ്പിലിരിക്കുന്നത് കൊണ്ടാണ് ഈ പ്ലാന്റിന് ഫുട്ബോൾ ലില്ലി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇതിൻ്റെ കിഴങ്ങ് നട്ടാണ് പുതിയ പ്ലാന്റ് വളർത്തിയെടുക്കുന്നത്. ഇത് വെയിലുള്ള സ്ഥലത്താണ് നല്ലതുപോലെ വളരുന്നത്. ഇത് നമുക്ക് വീടിനകത്തും വളർത്തിയെടുക്കാൻ പറ്റിയ നല്ലൊരു പ്ലാന്റാണ്. ചെറിയ അളവിൽ വിഷാംശം അടങ്ങിയിട്ടുള്ള ഈ പ്ലാന്റ് കുട്ടികളുടെ കുട്ടികൾ വായിൽ വയ്ക്കാതെ ശ്രദ്ധിക്കണം. റോഡരികിൽ ഞാൻ കണ്ട മറ്റൊരു പ്ലാന്റാണിത്. കോളിയസ് എന്ന പ്ലാന്റ് ഇതെല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. 2 ടൈപ്പിലുള്ള കോളിയസ് പ്ലാന്റിനെയാണ് ഞാൻ കണ്ടത്. നല്ല ഗ്രീൻ കളറിൽ വൈറ്റും കൂടെ ചേർന്നൊരു കോളിയസ് പ്ലാന്റ്, അതുപോലെ തന്നെ കോമൺ ആയിട്ട് കാണുന്ന ഒരു കോളിയസ് പ്ലാന്റും ഞാനവിടെ കണ്ടു.
അപ്പോൾ രണ്ടിൽ നിന്നും ഞാൻ നല്ല ഒരു വിളഞ്ഞ തണ്ട് തന്നെ ചൂടോടെ പറിച്ചെടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് എനിക്ക് അവിടെ നിന്ന് കാണാൻ പറ്റിയത് നല്ല ലീവ്സുള്ള ഒരു പ്ലാന്റിനെയാണ്. ചെറിയൊരു കുഞ്ഞൻ ചെടിയാണ്. അതിൽ പൂക്കളൊന്നും ഞാൻ കണ്ടില്ല. ഈ പ്ലാന്റിന് ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ കിട്ടിയ പേരാണ് ലാൻഡാന ക്യാമറ. ഇതൊരു ഹൈബ്രിഡ് വെറൈറ്റിയാണ്, വെരിഗേറ്റഡ് പ്ലാന്റ് ആണ്. ഇതിൽ പൂക്കളൊന്നും പിടിച്ചിട്ടില്ല, പക്ഷേ ഇത് കാണാൻ നല്ല ഭംഗിയാണ്. നല്ല വെയിലുള്ള സ്ഥലത്താണ് ഈ പ്ലാന്റ് അവിടെ പിടിച്ചത്. ഇത് നല്ല യെല്ലോ കളറിൽ വൈറ്റ് പൂക്കളുമായിട്ട് നിൽക്കുന്ന ഒരു പ്ലാന്റാണ്. അപ്പോൾ ഇത് നമ്മുടെ കനകാംബരം പോലെ തോന്നുന്ന ഒരു പ്ലാന്റാണ്. ഇതെല്ലാ വീടുകളിലും ഞാൻ ഗാർഡനിൽ സെറ്റ് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഇത് നമ്മുടെ നഴ്സറികളിലൊക്കെ വാങ്ങാൻ കിട്ടുന്നൊരു പ്ലാന്റാണ്. വള്ളിച്ചെടികളുടെ ഇടയിലൊക്കെയാണ് ഈ പ്ലാന്റ് അവിടെ നിൽക്കുന്നത്. അത് കാരണം അതിൽ നിന്നൊക്കെ വള്ളിച്ചെടികളൊക്കെ മാറ്റിയിട്ട് ആ പ്ലാന്റ് എനിക്ക് കളക്ട് ചെയ്യാൻ ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടി. അപ്പോൾ എന്തായാലും ഞാൻ അതിൽ നിന്ന് നല്ലൊരു നല്ലൊരു തണ്ട് തന്നെ കളക്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് തണ്ട് വെച്ചാൽ പിടിക്കുമോ എന്നൊന്നും എനിക്കറിയത്തില്ല. അല്ലാതെ എനിക്ക് ആ പ്ലാന്റ് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞാൻ അതിൽ നിന്നും നല്ലൊരു തണ്ട് തന്നെ കളക്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പൂക്കൾ കാണാൻ വളരെ ഭംഗിയാണ്. നല്ല യെല്ലോ കളറിൽ പൂക്കളാണ് അതിൽ പിടിച്ച് നിൽക്കുന്നത്. കുറച്ചും കൂടെ മുന്നോട്ട് നടന്നപ്പോൾ കണ്ട ഒരു വള്ളിച്ചെടിയാണിത്. ഇത് അവിടെ ഇങ്ങനെ മണ്ണിൽ പടർന്ന് പിടിച്ച് കിടക്കുന്ന ഒരു പ്ലാന്റ് ആയിരുന്നു. ഇതിനകത്ത് നല്ലൊരു വയലറ്റ് കളർ പൂക്കളാണ് പിടിച്ചിട്ട് നിന്നത്. അതിൽ നിന്നും ഞാൻ നല്ലൊരു തണ്ട് തന്നെ കളക്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതും നല്ല ഭംഗിയാണ്. നമുക്ക് ഗാർഡനിലൊക്കെ ബോർഡറായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പ്ലാന്റാണ്. ചെമ്മണ്ണായതുകൊണ്ട് തന്നെ ഇവിടെ പ്ലാന്റ്സ് എല്ലാം നല്ല രീതിയിൽ പിടിച്ച് നിൽക്കും. നെക്സ്റ്റ് എനിക്ക് കളക്ട് ചെയ്യാൻ പറ്റിയൊരു പ്ലാന്റാണിത്. ഇത് നല്ലൊരു ഓർണമെൻ്റൽ പ്ലാന്റാണ്. ഫിലാഡെൻഡ്രോണിൻ്റെ ഒരു വെറൈറ്റിയാണ്. ഇത് വളരെയധികം വിലപിടിപ്പുള്ളൊരു പ്ലാന്റാണ്. ഇത് നമുക്ക് സ്പൈറലായിട്ടും ഗാർഡനിൽ സെറ്റ് ചെയ്യാൻ പറ്റിയൊരു നല്ല പ്ലാന്റാണ്. ഇതിങ്ങനെ ഒരു മരത്തിൻ്റെ ചോട്ടിൽ നട്ടു കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെ മരത്തിൽ നന്നായിട്ട് പടർന്ന് കയറി പിടിക്കും. അപ്പോൾ അതിൽ നിന്ന് നല്ലൊരു തണ്ട് ഞാൻ കളക്ട് ചെയ്തു. അടുത്ത എനിക്ക് കളക്ട് ചെയ്യാൻ പറ്റിയ പ്ലാന്റ് ഈ ലില്ലി പ്ലാന്റാണ്. ഇത് കോമൺ ആയിട്ട് കണ്ടുവരുന്ന ലില്ലിയാണ്. പക്ഷെ അതിൽ പൂക്കളൊന്നും പിടിച്ച് നിൽപ്പില്ലായിരുന്നു. ഇതിലേത് കളർ പൂക്കളാണ് പിടിക്കുന്നതെന്ന് അറിയത്തില്ല. അപ്പോൾ അതിൻ്റെ ചുവട്ടിൽ നിന്ന് നല്ല കിഴങ്ങോടെ തന്നെ ഞാനൊരു പ്ലാന്റ് കളക്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് മറ്റേ കരിയിലകൾക്കൊക്കെ ഇടയിലാണ് പിടിച്ച് നിന്നത്. ഈ നല്ല പൂഴി മണ്ണായതുകൊണ്ട് എല്ലാ ചെടികളും ഇവിടെ നല്ല ഹെൽത്തി ആയിട്ടാണ് പിടിച്ച് നിൽക്കുന്നത്. ഈ ലില്ലി ചെടികളുടെയൊക്കെ അടുത്ത് തന്നെയായിട്ട് കിളുത്ത് നിൽക്കുന്നത് കണ്ട മറ്റൊരു പ്ലാന്റാണിത്. ഇതെല്ലാവർക്കും അറിയാവുന്ന ചെടിയായിരിക്കും. ഞങ്ങളിവിടെ സാമ്പാർ ചീര എന്നാണ് ഇതിനെ പറയുന്നത്. ഇത് തോരൻ വെച്ചൊക്കെ കഴിക്കാൻ നല്ലൊരു ഇലക്കറിയാണ്. അപ്പം ഞാൻ അതിൽ നിന്നും കുറച്ച് നല്ല തണ്ടുകൾ കളക്ട് ചെയ്ത് വീട്ടിൽ കൊണ്ടുവന്ന് വെച്ച് നല്ലതായിട്ട് തോരൻ വെച്ച് കഴിച്ചു. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ പിടിച്ചു നിന്ന മറ്റൊരു പ്ലാന്റാണിത്. നല്ല വയലറ്റ് കളർ പൂക്കളാണ് ഇതിൽ പിടിച്ച് നിൽക്കുന്നത്. നമ്മുടെ മഞ്ഞ കോളാമ്പി പൂവിൻ്റെയൊക്കെ ഷേപ്പിൽ വരുന്ന നല്ല വയലറ്റ് പൂക്കൾ നല്ല ചെറിയ കുഞ്ഞു ചെടികളിലാണ് ഇത് പിടിച്ച് നിൽക്കുന്നത്. അതിൽ നിന്നും നല്ലൊരു തൈ തന്നെ ഞാൻ കളക്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.